സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10 വർഷത്തെ ഇടത് ഭരണത്തിന് അന്ത്യം കുറിച്ച് UDF അധികാരത്തിലേക്ക് 103 സീറ്റുകളുടെ മിന്നും ജയത്തോടെയാണ് UDF സഭയിലെത്തുന്നത്. സെഞ്ചുറി അടിച്ച് ഭരണത്തിലേറുമെന്ന VD സതീശന്റെ വാക്കുകൾ കേരളം അപ്പാടെ നെഞ്ചിലേറ്റിയ കാഴ്ചയാണ് ഈ ജനവിധിയിൽ പ്രതിഫലിക്കുന്നത്. 2021 99 സീറ്റോടെ അധികാര തുടർച്ച നേടിയ LDF 35 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തി. UDF തരംഗത്തിനിടയിലും ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് 3 സീറ്റുകൾ പിടിച്ച് BJP കരുത്തറിയിച്ചു. 5 ദശകത്തോളം ഇളക്കം തട്ടാതിരുന്ന തളിപ്പറമ്പ്, ഉദുമ, തൃക്കരിപ്പൂർ അടക്കമുള്ള CPM ചെങ്കോട്ടകളും ഉരുക്കിൽ തീർത്ത പയ്യന്നൂരും തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് ഇത്തവണ കണ്ടത്. ആർത്തിരമ്പിയെത്തിയ ഭരണവിരുദ്ധ വികാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കം ആടി ഉലഞ്ഞു. 12 മന്ത്രിമാരാണ് ഇത്തവണ തോറ്റു തുന്നം പാടിയത്. മന്ത്രിമാരായ V ശിവൻകുട്ടി, P രാജീവ്, MB രാജേഷ്, വീണ ജോർജ്, കടന്നപ്പള്ളി രാമചന്ദ്രൻ, VN വാസവൻ, R ബിന്ദു, റോഷി അഗസ്റ്റിൻ, ചിഞ്ചു റാണി, AK ശശീന്ദ്രൻ, V അബ്ദുൾ റഹ്മാൻ, KB ഗണേഷ് കുമാർ എന്നിവർക്ക് കനത്ത തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഇടുക്കി, കോട്ടയം, എറണാകുളം, മലപ്പുറം, വയനാട് എന്നീ 5 ജില്ലകളിൽ LDF പൂർണ്ണമായും അപ്രത്യക്ഷമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് വിജയിച്ചെങ്കിലും ആദ്യത്തെ 6 റൗണ്ട് വരെ അദ്ദേഹം പിന്നിലായിരുന്നു. 2021 50,123 വോട്ടുകൾക്ക് അദ്ദേഹം വിജയിച്ച മണ്ഡലമാണിത്. മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരായ KN ബാലഗോപാൽ, സജി ചെറിയാൻ, മുഹമ്മദ് റിയാസ്, P പ്രസാദ്, GR അനിൽ, K രാജൻ എന്നിവർക്ക് മാത്രമാണ് ഭരണമുന്നണിയിൽ ജയിക്കാനായത്. പേരാവൂരിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോട് മത്സരിച്ച CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ പരാജയപ്പെട്ടു. LDF കൺവീനർ TP രാമകൃഷ്ണനെ പേരാമ്പ്രയിൽ തോൽപ്പിച്ച് മുസ്ലിം ലീഗിന്റെ ഫാത്തിമ തഹ്ലിയ വിജയിച്ചതോടെ ചരിത്രത്തിൽ ആദ്യമായി ലീഗിന് നിയമസഭയിൽ വനിതാ പ്രാതിനിധ്യമായി. 64 സീറ്റുകളോടെ കോൺഗ്രസ് സമീപകാലത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ 22 സീറ്റുകൾ നേടി മുസ്ലിം ലീഗ് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നേട്ടം സ്വന്തമാക്കി. പാലായിലടക്കം തോറ്റ കേരള കോൺഗ്രസ് മാണി വിഭാഗം വട്ടപൂജ്യമായപ്പോൾ 8 മത്സരിച്ച ജോസഫ് വിഭാഗം 7 ജയിച്ച് ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച പാർട്ടിയായി മാറി. CPI 17 നിന്ന് 9 ചുരുങ്ങി. 3 സീറ്റുകളോടെ RSPയും ഓരോ സീറ്റുകൾ വീതം നേടി. കേരള കോൺഗ്രസ്, ജേക്കബ്, CMB എന്നീ പാർട്ടികളും വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ സാന്നിധ്യമറിയിച്ചു. RJD കൂത്തുപറമ്പും KK രമ വടകരയും മാണി സി കാപ്പൻ പാലായും നിലനിർത്തി. CPMന് കനത്ത തിരിച്ചടിയായി പാർട്ടി കോട്ടകളിൽ വിമതർ നേടിയ വിജയവും ശ്രദ്ധേയമായി. UDF സ്വതന്ത്രരായി മത്സരിച്ച G സുധാകരൻ അമ്പലപ്പുഴയിലും V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂരിലും TK ഗോവിന്ദൻ മാസ്റ്റർ തളിപ്പറമ്പിലും വിജയിച്ചു. അതേസമയം CPM വിട്ട് കോൺഗ്രസിനൊപ്പം ചേർന്ന് മത്സരിച്ച PK ശശിക്കും A സുരേഷിനും കനത്ത തോൽവിയാണ് നേരിടേണ്ടി വന്നത്. PK ശശി ഒറ്റപ്പാലത്ത് 25,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെട്ടപ്പോൾ A സുരേഷ് മലമ്പുഴയിൽ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. ബേപ്പൂരിൽ PV അൻവറിന് ജയിക്കാനായില്ലെങ്കിലും മുഹമ്മദ് റിയാസിന് ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചു. അരനൂറ്റാണ്ടിന് ശേഷം കാസർഗോഡും 20 വർഷത്തിന് ശേഷം കോഴിക്കോടും വിജയിക്കാനായെന്നത് കോൺഗ്രസിന് ഇരട്ടി മധുരമായി. BJP വിട്ടെത്തിയ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂരിലും K നീലകണ്ഠൻ ഉദുമയിലും ജയിച്ചു കയറി. കോഴിക്കോട് ജില്ലയിലെ 13ൽ 12 സീറ്റുകളും UDF നേടി. കോഴിക്കോട് മാത്രം 5 സീറ്റുകളാണ് കോൺഗ്രസ് സ്വന്തമാക്കിയത്. അതേസമയം 3 സീറ്റുകളോടെ BJP സഭയിൽ അക്കൗണ്ട് തുറന്നു. നിയമം തിരിച്ചുപിടിച്ച BJP ചരിത്രത്തിൽ ആദ്യമായി ചാത്തന്നൂരിലും കഴക്കൂട്ടത്തും കാവിക്കൊടി പാറിച്ചു. നേമത്ത് രാജീവ് ചന്ദ്രശേഖരൻ 2876 വോട്ടുകൾക്കും ചാത്തന്നൂരിൽ BB ഗോപകുമാർ 4012 വോട്ടുകൾക്കും കഴക്കൂട്ടത്ത് 265 വോട്ടുകൾക്കുമാണ് NDA സ്വന്തമാക്കിയത്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.